ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എവിടം വരെയായി എല്ലാവരുടെയും ഓണം ഒരുക്കങ്ങളൊക്കെ? കറികളൊക്കെ റെഡിയായോ? ഓണമായിട്ട് നമുക്കിന്നൊരു പായസം വെച്ചാലോ? ഇത് സാധാരണ പായസമല്ല കേട്ടോ, ഒരു പ്രഥമൻ. അതും നല്ല നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളി ഒരു പ്രഥമൻ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ. കുറച്ച് നേന്ത്രപ്പഴം, തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും, ശർക്കരപ്പാനി, പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത്, കശുവണ്ടി, മുന്തിരി, കറുത്ത എള്ള്, നെയ്യ്, ഏലക്കാപ്പൊടി, ഇത്രയും മതി. കശുവണ്ടിയും മുന്തിരിയും കറുത്ത എള്ളും ഒക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കറക്റ്റ് അളവിൽ ഞാൻ പറയാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം 750 ഗ്രാം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലുമാണ്. ഇത് 2 തേങ്ങ ചിരവിയത് 3 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ് തേങ്ങയുടെ രണ്ടാം പാല്. പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങ ചിരവിയത് 1 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത ഒന്നാം പാൽ. പിന്നെ 1/2 കിലോ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര കൂടുതലെടുക്കാം. പിന്നെ പഴത്തിൻ്റെ മധുരം കൂടി നമ്മൾ നോക്കണം ആ സമയത്ത്. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചത്. ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്, അത് 1/4 ടീസ്പൂൺ. പിന്നെ നമുക്കിതിന് ആവശ്യമായ നെയ്യ്, ഒരു പിടി തേങ്ങാക്കൊത്ത്, കശുവണ്ടി, മുന്തിരി, കറുത്തെള്ള്, ഇത്രയും സാധനങ്ങൾ മതി നമുക്ക്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഓട്ടുരുളിയൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. എനിക്കിപ്പോൾ ഓട്ടുരുളി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അലുമിനിയത്തിൻ്റെ ഉരുളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉരുളി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്കിത് പഴം ആവിയിലും പുഴുങ്ങിയെടുക്കാം കേട്ടോ. പക്ഷേ ഇതാണ് എനിക്ക് എളുപ്പം. അതായത് ഇത് നമുക്ക് എല്ലാം കൂടി ഒരു പാനിൽ തന്നെ ചെയ്യാം, വേറെ വെച്ച് പുഴുങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉരുളി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. 1 കപ്പ് വെള്ളം ചേർത്ത് നമ്മൾ ഈ പഴം ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ട നമ്മുടെ പഴം വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് അതങ്ങ് വറ്റണം. അപ്പോഴേക്കും നമ്മുടെ പഴം നല്ല വെന്ത് വരും. ഇത് വേണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിന് പകരം തേങ്ങയുടെ 3-ാം പാലിൽ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും രുചി കൂടും. അപ്പോൾ നിങ്ങൾ തേങ്ങയുടെ 3-ാം പാലും കൂടി എടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ വേണ്ടേ നമ്മുടെ പഴം വെന്തിട്ടുണ്ട്, നല്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഈ ഉരുളിയിൽ വെച്ച് തന്നെ ചട്ടവും വെച്ച് ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു തവി വെച്ച് ഉടച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ പഴം എടുക്കുമ്പോഴേക്കും നന്നായിട്ട് പഴുത്ത, അതായത് ഈ തൊലിയൊക്കെ കറുത്ത പഴമില്ലേ, അതെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പം നമുക്കൊരു തവി വെച്ചിട്ട് ഇതിൽ വെച്ച് തന്നെ നമുക്കിതങ്ങ് ഉടച്ചെടുക്കാം. ചിലർ മിക്സിയിൽ അടിച്ചെടുക്കുന്നവരുണ്ട്. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്യാറില്ല. കാരണം നമ്മളിത് ഉരുളിയിൽ വെച്ച് തന്നെ ഉടച്ചെടുക്കുമ്പോൾ നമുക്ക് ചെറിയ പീസസ് നമുക്ക് കടിക്കാനായിട്ടൊക്കെ കിട്ടും. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. പായസം കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം പേസ്റ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല. തവി വെച്ച് തന്നെ ഉരുളിയിൽ വെച്ച് നന്നായിട്ട് കുത്തി അങ്ങ് ഉടച്ചെടുക്കുവാണ്. ഇതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളം ചേർത്ത് പാനിയാക്കിയതാണ്. ഇത് പാനിയാക്കിയ ശേഷം അരിച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചതാണ്. ഇതിപ്പോൾ നമ്മൾ എടുത്തത് മുഴുവൻ ചേർക്കേണ്ട കാര്യമില്ല, അത് മധുരം നോക്കണം. ഞാനിപ്പോൾ എൻ്റെ ഒരു 1/4 ഭാഗമേ ചേർത്തിട്ടുള്ളൂ. അത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യം മധുരം ഇനിയും വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ശർക്കര പാനി ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. അതിനിടയ്ക്ക് തവി വെച്ച് നമുക്ക് ആ പഴത്തിൻ്റെ എന്തെങ്കിലും വലിയ വലിയ പീസസ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് ഉടച്ചും കൊടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം. ശർക്കര നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇത് ഇളക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പഴത്തിൻ്റെ പീസസ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങ് ഉടച്ചു കൊടുക്കാം കേട്ടോ. കാരണം ഈ ശർക്കരയും പഴവും ഒക്കെ കൂടി ചേർന്ന് നല്ലപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് വരണ്ട് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. നമുക്ക് പക്ഷേ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നെയ്യും ചേർത്ത് നമുക്ക് ഇതങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ ആ ശർക്കരയും നെയ്യും എല്ലാം കൂടി ചേർന്ന്
ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് മധുരം ഒന്ന് നോക്കണം. മധുരം കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ശർക്കരപ്പാനി ചേർക്കാം. പിന്നെ ഇതിങ്ങനെ വരട്ടിക്കൊണ്ടേ ഇരിക്കണം. പ്രഥമൻ ഉണ്ടാക്കുമ്പോഴുള്ള പണി അതാണ്. നമ്മളത് കൈ വിടാതെ ഇങ്ങനെ വരട്ടിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ എത്രത്തോളം വരട്ടി അത് മിക്സാക്കി എടുക്കുന്നോ അത്രത്തോളം പ്രഥമൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ അത് നമുക്കിങ്ങനെ പതുക്കെ ഇളക്കിക്കൊണ്ടിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അടിക്ക് പിടിക്കുന്നുള്ള ടെൻഷൻ നമുക്ക് വേണ്ട. വരട്ടി ഇതാ പാനിൽ നിന്ന് അല്ലെ ഉരുളിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവം വേണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ വരണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. നെയ്യും കൂടി ചേർത്ത് വരട്ടിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അസലായിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വരട്ടി എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് ആ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ഈ 2ാം പാൽ ചേർത്ത് നമ്മൾ വരട്ടിയെടുത്തതിനെ ഒന്നും കൂടി ലൂസാക്കണം. എന്നിട്ട് ഇതവിടെ ഇരുന്ന് ആ മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ടങ്ങ് തിളച്ച് കുറുകി വരണം. നമ്മുടെ പായസം ഇപ്പോൾ നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് തേങ്ങയുടെ 1ാം പാൽ ചേർക്കാം. 1ാം പാൽ ചേർത്ത ശേഷം പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമില്ല. തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് നമ്മളങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഏലക്ക പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇതൊരു 1/4 ടീസ്പൂൺ നമ്മൾ ചേർക്കുന്നുണ്ട്. ചുക്കുപൊടിയൊന്നും നമ്മൾ ഇവിടെ പ്രഥമനിൽ ചേർക്കുന്നില്ല. ചിലർ ചേർക്കുന്നവരുണ്ട്, ഞാൻ പക്ഷെ ചേർത്തിട്ടില്ല. ഏലക്കപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഈ പായസം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്തിരി ലൂസായി പോയോ എന്ന് തോന്നാം. പക്ഷെ അല്ല, ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കുറുകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും മറ്റ് കശുവണ്ടിയും മുന്തിരിയും എല്ലാം വറുത്ത് ചേർക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച് തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഉണ്ണിയപ്പത്തിൽ നമ്മൾ ഇടുന്നതിൻ്റെ പാകത്തിൽ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. അധികം കളറൊന്നും മാറണ്ട, ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം. അത് അധികമൊന്നും ചേർക്കണ്ട. നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കുറച്ച് മാത്രം വറുത്തെടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്കത് ഇടണ്ട. ഞാനിവിടെ ഇതിലേക്ക് കറുത്ത എള്ളും വറുത്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടി ഈ പായസത്തിൻ്റെ മേലേക്ക് നമുക്കിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി രുചിയാണിത്. അപ്പോൾ എല്ലാവരും പഴം പ്രഥമൻ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. സന്തോഷത്തോടെ സമാധാനത്തോടെ ഓണം ആഘോഷിക്കുക. വീണ്ടും ഒരു വ്ലോഗുമായി നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ, ബൈ.